ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തന മാതിരി എന്ന സങ്കീർത്തന പഠന പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങളുടെ പഠനം നമ്മുടെ ജീവിതത്തിനും ആത്മീക സാക്ഷ്യത്തിനും ഹൃദ്യമായ ജീവിതത്തിനും സംവേദനത്തിനും അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പങ്കുവെച്ച 16-ാം സങ്കീർത്തനത്തിൻ്റെ തുടർന്നുള്ള ചില വാക്യങ്ങൾ ധ്യാനത്തിനും മനനത്തിനുമായി സമർപ്പിക്കുകയാണ്. സങ്കീർത്തന മാധുരി. 16-ാം സങ്കീർത്തനം 4 മുതൽ 7 വരെയുള്ള വേദഭാഗം. അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവർക്ക് രക്തപാനീയ ബലികൾ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങൾ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും ഓഹരി യഹോവയാകുന്നു. നീ എൻ്റെ ഓഹരി പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, എനിക്ക് ഒരു നല്ല അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവർക്ക് രക്തപാനീയ ബലികൾ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങൾ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. ഈ വേദഭാഗത്തിന് 2 അർത്ഥതലങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ അർത്ഥതലം അന്നത്തെ കാലത്ത് നിലവിലിരുന്ന, അന്നത്തെ സമൂഹം വീട് പോകുവാൻ ഇടയുണ്ടായിരുന്ന ബഹുസ്വരതകൾ. അത് അന്നത്തെ കാലത്തുമുണ്ട്. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ തന്നെ വിഗ്രഹാരാധനകളും സർവശക്തനായ ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് ബദലായുള്ള ആരാധനകളുമൊക്കെ അന്നത്തെ കാലഘട്ടത്തിലുമുണ്ട്. ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസത്തെ പറ്റിയുള്ള ആത്മസാക്ഷ്യം ഈ വാക്കിലുണ്ട്. ദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികൾ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങൾ എൻ്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. അപ്പോൾ ഒരു വലിയ സാക്ഷ്യമാണ്. അന്യദേവന്മാർക്ക് ഞാൻ ബലികൾ അർപ്പിക്കുകയില്ല. അവരെപ്പറ്റി എൻ്റെ നാവ് കൊണ്ട് ഞാൻ സംസാരിക്കുകയില്ല എന്ന് വെച്ചാൽ, ഇസ്രായേലിൻ്റെ ന്യായപ്രമാണം, കൽപ്പനകൾ, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ആരാധിക്കണം, സ്നേഹിക്കണം. ഈ കൽപ്പനകളിലുള്ള ഒരു ഉറച്ച സാക്ഷ്യമാണ്. അന്ന് നരബലിയും മൃഗബലിയും മറ്റ് പാനീയ ബലികളുമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ പറയുന്നത് അതുകൊണ്ടാണ്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ പേര് താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പം നുറുങ്ങിയ ഹൃദയത്തിലൂടെ, പശ്ചാത്താപത്തിലൂടെയുള്ള ഒരു പ്രാർത്ഥനാനുഭവത്തെപ്പറ്റി ഇവിടെ പറയുകയാണ്. അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കുമെന്നുള്ളതിന് മറ്റൊരു തലം കൂടിയുണ്ട്. അന്യദേവന്മാരെന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയാണ്. ഇന്ന് നിങ്ങളും ഞാനുമൊക്കെ ജീവിച്ചു പോകുന്ന ചില വഴിത്താരകളുണ്ട്. നമ്മൾ ആശ്രയം വയ്ക്കുന്ന, നമ്മൾ നേട്ടം വയ്ക്കുന്ന, നമ്മളെ ഉന്മത്തരാക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ദേവസങ്കല്പം ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഒരു ദേവൻ എന്ന് പറയുന്നത് ഒരു ആരാധനാമൂർത്തിയാണ്. അപ്പോൾ അന്യദേവൻ എന്ന് പറയുമ്പോൾ, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ രക്തപാനീയ ബലികൾ ഞാൻ അർപ്പിക്കുകയില്ല എന്ന് പറയുമ്പോൾ, അവരുടെ വേദനകൾ വർദ്ധിക്കുമെന്ന് പറയുമ്പോൾ, ഏക മനസ്സിൽ നിന്ന് മാറിപ്പോകുന്ന ചില തലമുണ്ട്. ഇതിനൊരു മനഃശാസ്ത്ര തലം കൂടിയുണ്ട്. അതായത് ഒരു സ്ഥിരത മനുഷ്യന് വേണം, ഒരു കൺസിസ്റ്റൻസി. അത് വാക്കിലും ചിന്തയിലും ആലോചനകളിലുമൊക്കെ ഈ സ്ഥിരത വേണം. സ്ഥിരതയില്ലാതെ, ഒന്നിലും ഉറച്ചു നിൽക്കാതെ, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാതെ, ആലോചനകളിൽ ഉറച്ചു നിൽക്കാതെ, ചിന്താധാരകളിൽ ഉറച്ചു നിൽക്കാതെ, വാക്കിൽ ഉറച്ചു നിൽക്കാതെ, ഭക്തിയിൽ ഉറച്ചു നിൽക്കാതെ മാറി മാറിപ്പോകുന്ന മനുഷ്യരുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി ഓടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദനകൾ എപ്പോഴും വർദ്ധിച്ചിരിക്കും. നീ ഒന്നിൽ ഉറച്ചു നിൽക്കണം.
ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. നീ ഒരു പഠനത്തിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, ഒരു ജോലിക്കാരനാണെങ്കിൽ, ഒരു ഭവനം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരു സ്ഥിരത വേണം, മനസ്സിനൊരു ഐക്യം വേണം. പ്രിയമുള്ളവരെ, ഈ അന്യദേവന്മാരെന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ ഇതര മതങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ അനേകം ദേവന്മാരെ ഉണ്ടാക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ മനസ്സ് പതറിപ്പോകുമ്പോൾ നമ്മൾ ഓർത്തോണം, ഒരു കാര്യത്തിൽ തന്നെ പല ചിന്തകൾ വരുമ്പോൾ, ഒരു കാര്യത്തിൽ അകമേ പുറമേ മറ്റൊന്ന് കാണിക്കുമ്പോൾ, സ്വാർത്ഥ മനസ്സ് കാണിക്കുമ്പോൾ, ലാഭേച്ഛ പ്രതിഷ്ഠിക്കുമ്പോൾ ഒക്കെ ഒരു രീതിയിൽ പറഞ്ഞാൽ അന്യദേവന്മാരുടെ ജീവിതാനുഭവം നമ്മളിലൂടെ കടന്നു വരികയാണ്. അങ്ങനെ മാറിപ്പോകുമ്പോൾ ടെൻഷൻ കൂടും, ഹൃദയവേദന വർദ്ധിക്കും. ഇന്ന് മനുഷ്യനെ കാറ്റുകൊണ്ട് ചലിക്കുന്ന കാറ്റിൽ കടലിലെ ഓളങ്ങൾ പോലെയാണ്. മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിലും ഒരു സ്ഥിരതയില്ല, ഒന്നിലും ഒരു യോജിപ്പില്ല, ഐക്യമില്ല. അങ്ങനെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന അനേകം ഗ്രഹബിംബങ്ങൾക്ക് നമ്മളിന്ന് ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചോണം, മനസ്സിൽ ആവശ്യമില്ലാതെ അകാരണമായി വരുന്ന ഭയങ്ങൾ, സംശയങ്ങൾ, ഇവയൊക്കെ ഇന്ന് ദേവതാസ്ഥാനം പ്രാപിച്ചിരിക്കുകയാണ്, ദേവതുല്യമായി മാറിയിരിക്കുകയാണ്. ദോഷം ചെയ്യാനുള്ള വ്യഗ്രത, ഭാരപണിയാനുള്ള വ്യഗ്രത, നമ്മളിത് മനസ്സിൽ ചിന്തിക്കും, നാളെ ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. ആവശ്യമില്ലാത്ത സംശയങ്ങൾ, ഇതിനൊക്കെ നമ്മൾ ഇന്ന് വളമിട്ടുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത ഒരു സംശയം മനസ്സിൽ വളർത്തുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, അത് പിന്നെയും വളർന്നു വരികയാണെങ്കിൽ നമ്മളതിന് ബലിയർപ്പിക്കുന്നതിന് തുല്യമാണ്. സ്വഭാര്യ അകാരണമായിട്ടൊരുവൻ സംശയിക്കുന്നെങ്കിൽ, സ്വഭർത്താവിനെ ഒരാൾ അകാരണമായി സംശയിക്കുന്നെങ്കിൽ, ഒരു ഗ്രഹബിംബം അവിടെ നട്ടുപിടിപ്പിച്ചു, പിന്നെ നമ്മുടെ ചിന്തകളൊക്കെ അതിന് ബലിയർപ്പിക്കുകയാണ്. ആവശ്യമില്ലാത്ത ചിന്തകളുടെ പിന്നാലെ പോകുകയാണ്. വ്യർത്ഥമായ മോഹങ്ങൾ, ആസക്തികൾ, ജഡീക ചിന്തകൾ, ആവശ്യമില്ലാത്ത കാഴ്ചകൾ, ഇതൊക്കെ കാണാൻ നമ്മൾ പോകുകയാണെങ്കിൽ നിങ്ങളും ഞാനും അറിയാതെ അതിന് ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദനകൾ വർദ്ധിക്കും, അവർക്ക് രക്തപാനീയ ബലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇന്ന് പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനുമൊക്കെ അറിയാതെ, മനസ്സിലാക്കാതെ അനേകം രക്തപാനീയ ബലികൾ അനേകർക്ക് അർപ്പിക്കുന്നുണ്ട്. വേദനകളെടുത്ത് ഹൃദയത്തിൽ വയ്ക്കുന്നുണ്ട്, നാവ് കൊണ്ട് സാക്ഷ്യം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നത് കള്ളമാണെങ്കിൽ, കള്ളസാക്ഷ്യമാണെങ്കിൽ, പറഞ്ഞ കള്ളത്തെ ഭൗതികമായി കാണത്തക്ക രീതിയിൽ ആക്കിയെടുക്കുന്നെങ്കിൽ, ആ രീതിയിൽ പഠിപ്പിക്കുന്നെങ്കിൽ, നമ്മളറിയാതെ അന്യദേവന്മാർക്ക് ബലിയർപ്പിക്കുകയാണ്, അവരുടെ നാമം തൊണ്ടയ്ക്കെടുക്കുകയാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നൊരു വഴിത്താരയുണ്ട് എൻ്റെ സഹോദരങ്ങളെ. നമ്മൾ കാണാത്തതായ ചില വഴിത്താരകളുണ്ട്. നിങ്ങളും ഞാനും പ്രാർത്ഥനയോടുകൂടി ഓർക്കണം. സ്വപ്നങ്ങളൊക്കെ നല്ലതാണ്, ദർശനങ്ങൾ നല്ലതാണ്. പക്ഷേ ദർശനങ്ങൾ അന്യദേവന്മാരെ വളർത്തിയെടുക്കുന്നതാണെങ്കിൽ പ്രശ്നമാണ്. കപടദർശനമാണ്, പ്രവചനമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അന്യദേവൻ്റെ നാമം നമ്മൾ അധരങ്ങളിന്മേലെടുക്കുകയാണ്. ഒരുവൻ്റെ തിന്മയിൽ സന്തോഷിക്കുകയാണെങ്കിൽ, വ്യർത്ഥമായ കഥകളുടെ പിന്നാലെ പോകുകയാണെങ്കിൽ അന്യദേവന്മാർക്ക് ബലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദൈവമില്ലാത്ത ജീവിതാനുഭവങ്ങൾക്കും പേടികൾക്കും ഭയങ്ങൾക്കും വേണ്ടി മന്ത്രവാദം പോലെയുള്ള കർമ്മങ്ങളുടെ പിന്നാലെ പോകുകയാണെങ്കിൽ, മറ്റുള്ളവരുടെ കണ്ണുനീരുകൾ ഒഴുക്കുകയാണെങ്കിൽ, നമ്മളറിയാതെ അങ്ങനെയുള്ള തിന്മയുടെ ശക്തികൾക്ക് നമ്മൾ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അന്യദേവന്മാരെന്നുള്ളത് തിന്മയുടെ ശക്തി എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്. തിന്മയുടെ ശക്തികൾ ഇന്ന് എല്ലായിടത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മോചനം വേണം. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണുനീർത്താഴ്വരയിലല്ലയോ, ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കികെ സ്തുതിച്ചേടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരവതിൻ താമസമേറെയില്ല.
വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. ആ ഗാനം നമ്മളുടെ മനസ്സിൻ്റെ ഒരു ശക്തിയാകട്ടെ. വീണ്ടും പറയുന്നു, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും ഓഹരി യഹോവയാകുന്നു, നീ എൻ്റെ ഓഹരി പരിപാലിക്കുന്നു. രണ്ടു കാര്യങ്ങളാണ് ദാവീദ് അവിടെ സാക്ഷിക്കുന്നത്. അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും ഓഹരി യഹോവയാകുന്നു. അതിൽ തന്നെ രണ്ട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരുണ്ട്. എൻ്റെ പിതാവിന്, മാതാവിന്, ബന്ധുക്കൾക്ക് ഇന്നിന്ന കാര്യങ്ങളൊക്കെയുണ്ട്, അതിൻ്റെ അവകാശം ഞാനാകും. പാനപാത്രം എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ആർക്കാണോ ഗ്രഹബിംബമുള്ളത് അവർ കാലക്രമേണ പങ്കുവെക്കുന്ന ഒരു ഗ്രഹബിംബമുണ്ട്, ഒരു ആരാധനാമൂർത്തിയുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ അതാരുടെ കൈവശം ഇരിക്കുന്നുവോ അവർക്കായിരിക്കും അവകാശം. ഇസഹാക്കിൻ്റെയും അബ്രഹാമിൻ്റെയും ഒക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നമുക്ക് കാണാവുന്നതാണ്. ഗ്രഹബിംബങ്ങൾ അപഹരിച്ചുകൊണ്ട് പോകുവാൻ തക്കവണ്ണം ശ്രമിച്ചിട്ടുള്ളവരെ നമുക്ക് കാണാവുന്നതാണ്. അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും ഓഹരി യഹോവയാകുന്നു എന്ന് പറയുമ്പോൾ ഭൗതികമായ ഓഹരിയെക്കുറിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. നിനക്കെന്ത് കിട്ടും, എന്തൊക്കെയുണ്ട്, എൻ്റെ നിക്ഷേപങ്ങളുടെയൊക്കെ അനുഭവം എനിക്ക് കിട്ടുമോ? പാനപാത്രത്തിന് ഗ്രഹബിംബത്തോടൊപ്പം മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. പാനപാത്രം എന്ന് പറയുമ്പോൾ യഹോവയുടെ കയ്യിലൊരു പാനപാത്രമുണ്ട്, അതിൽ വീഞ്ഞ് നുരയ്ക്കുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അത് വലിച്ചു കുടിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ചില പാനപാത്രങ്ങളുണ്ട്. ഈ പാനപാത്രം നമ്മളെ ത്രസിപ്പിക്കുന്നതാണ്, നമ്മളെ ലഹരി പിടിപ്പിക്കുന്ന ചില പാനീയങ്ങളുണ്ട്. അപ്പോൾ സുഖാസക്തികൾ പല രീതിയിലാണ്. പാരമ്പര്യമായി കിട്ടുന്ന വസ്തുവകകളുടെ അവകാശം, അതോടൊപ്പം തന്നെ പാനപാത്രത്തിൽ നുരഞ്ഞു കവിയുന്ന ലഹരിയുടെ ആസക്തി, ഇതിനുവേണ്ടിയൊക്കെ അവകാശം നേടാൻ പോകുന്നുണ്ട്. പുരാണത്തിൽ അക്ഷയപാത്രത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നതൊക്കെയും ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു പാത്രം സൂര്യൻ പഞ്ചപാണ്ഡവർക്ക് നൽകിയെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, യഹോവയുടെ പാനപാത്രം ചിന്താധാരകൾക്കപ്പുറമാണ്. അന്നത്തെ കാലത്ത് മനുഷ്യൻ കണ്ടെത്തിയിരുന്ന അഭൗതികമായ അവകാശത്തിൻ്റെയും ആസക്തികളുടെയും എല്ലാം ഓഹരി യഹോവയാകുന്നു എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ സുഖാനുഭൂതികൾ നിന്നെ സ്വാധീനിക്കാനിടയാകരുത്. പാനപാത്രത്തിലെ ആ നുരച്ചു പൊങ്ങുന്ന അനുഭവം, അത് സമ്പത്താകാം, പ്രതാപമാകാം, അധികാരമാകാം, അംഗീകാരമാകാം, മദ്യപാന ആസക്തിയാകാം, ജഡീകാസക്തിയാകാം. ഇതൊക്കെ ഇങ്ങനെ നുരച്ചു പൊങ്ങും. നല്ലൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല നിൻ്റെ അവകാശമെന്ന് പറയുന്നത്. നിൻ്റെ ജീവിതം ഇതിനു വേണ്ടിയുള്ളതല്ല. ഇതൊക്കെ മാറി മാറി പോകുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ സൗന്ദര്യ രൂപം പോകും, ശബ്ദം മാറും, രൂപം മാറും, ഭാവം മാറും, ഇതൊക്കെ മാറും. എങ്കിലും മാറാത്ത പാനപാത്രത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. എൻ്റെ പാനപാത്രത്തിൻ്റെ പങ്ക് യഹോവയാകുന്നു എന്ന് പറയുമ്പോൾ ഒരു സത്യവിശ്വാസി പ്രത്യേകിച്ച് ഓർത്തോണം, വിശുദ്ധ കുർബാനാനുഭവത്തിലുള്ള ശക്തി എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്കായി നൽകുന്നുവെന്ന് വാഗ്ദാനം ചെയ്ത തമ്പുരാൻ, ഇതെൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് അപ്പവും വീഞ്ഞും കൈകളിലെടുത്ത് ആഘോഷിച്ച് മുറിച്ചു കൊടുത്ത പങ്കിട്ട് കൊടുത്ത തമ്പുരാൻ നമ്മളോടും സംവേദിക്കുന്നു. ആരാധനാ ജീവിതത്തിലുള്ള ഒരു വലിയൊരു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. എൻ്റെ അവകാശത്തിൻ്റെ പാനപാത്രത്തിലെ അവകാശം, വിശുദ്ധ കുർബാനാനുഭവം, ആരാധനാ ജീവിതം, പ്രാർത്ഥനാനുഭവം, അതൊക്കെ നമുക്ക് വേണം. വിശുദ്ധ ബലിയിലുള്ള പങ്കാളിത്തം നമുക്ക് വേണം. സഭാജീവിതത്തിലുള്ള പങ്കാളിത്തം നമുക്ക് വേണം. അതിൻ്റെ അംഗത്വം നമുക്ക് വേണം. സഭയിലെ അംഗത്വം എന്ന് പറയുമ്പോൾ അതൊരു ആത്മീക പങ്കാളിത്തമാണ്, നന്മയുടെ പങ്കാളിത്തമാണ്. അത് നമുക്കുണ്ടാകണം. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തോണം, യഹോവ എൻ്റെ ഓഹരി പരിപാലിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഓഹരിയെക്കുറിച്ച് പറയുന്നു. എൻ്റെ അവകാശത്തിൻ്റെ ഓഹരി
എൻ്റെ പാനപാത്രത്തിൻ്റെ ഓഹരി, എൻ്റെ അവകാശത്തിൻ്റെ ഓഹരിയിൽ എനിക്ക് ഭൗതികമായിട്ടുള്ളതൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഓഹരി, എൻ്റെ ബാധ്യതകളുടെ ഓഹരി, എൻ്റെ ചിന്താധാരകളുടെ ഓഹരി അത് യഹോവയാണ്. ഇന്ന് പല ഷെയർ മാർക്കറ്റിലും നിക്ഷേപങ്ങളിടും, പലയിടത്തും ഇടും നമ്മൾ. പല കമ്പനികൾ നേക്കും നമ്മൾ. നഷ്ടമില്ലാത്ത ലാഭം തരുന്ന കമ്പനികൾ ഏതൊക്കെയാണ്? അവിടെ എൻ്റെ ഓഹരി നിക്ഷേപിക്കണം. എനിക്ക് പലിശയും കൂട്ടുപലിശയും കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കും. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോൾ ചിലത് വലിയ ലാഭമായിരിക്കും. ആ ലാഭം ചിലപ്പോൾ നഷ്ടവുമാകാനിടയാകും. എന്നാൽ ഓർത്തോണം, ലാഭനഷ്ടങ്ങളെക്കാളുപരി നമ്മുടെ ഓഹരി വർദ്ധിപ്പിക്കുന്ന, സ്വസ്ഥമായി നിക്ഷേപിക്കാവുന്ന ഒരു വലിയ നിക്ഷേപ മണ്ഡലം, നിക്ഷേപത്തിൻ്റെ അനുഭവം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. അത് പ്രാപിക്കുവാനിടയാകണം. വീണ്ടും ഇവിടെ നമ്മൾ വായിക്കുന്നു, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കയ്യിലുള്ള അളവുനൂലിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. മെഷറിംഗ് റോഡിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അളക്കുന്ന ഉപകരണത്തെക്കുറിച്ച് നമുക്കറിയാം. ചിലപ്പോൾ നമുക്ക് വസ്തുവൊക്കെ അളക്കുമ്പോൾ പുറമ്പോക്കായി കിടക്കുന്ന ചില ഭാഗങ്ങൾ കൂടി നമ്മുടെ വസ്തുവിനോട് ചേർക്കപ്പെടാം. ചിലപ്പോൾ മാതാപിതാക്കൾ നമുക്ക് പങ്കുവെച്ച് തരുന്ന ഭൂമി ചിലപ്പോൾ ആകർഷണീയമായ സ്ഥാനത്താകാം, വഴിയുള്ള സ്ഥാനത്താകാം. ചിലർക്ക് ഇച്ചിരി ഉള്ളറയിലായി പോകും, വഴിയില്ലാത്ത സ്ഥലത്താകും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമുക്ക് സ്വത്ത് കിട്ടാതെ വരുമ്പോൾ മക്കൾ മാതാപിതാക്കൾക്കെതിരാകും. എന്തുകൊണ്ട് ആ ടൗണിലുള്ള കടമുറി എനിക്ക് തന്നില്ല, റോഡ് സൈഡിലുള്ള വസ്തു തന്നില്ല, ഇന്ന് FD എനിക്ക് തന്നില്ല? മക്കളൊക്കെ ചോദിക്കാറില്ലേ പലപ്പോഴും? എന്നാൽ അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന ഒരു ചിന്താധാരയാണ്, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. വലിയവനായ ദൈവം തരുന്ന അവകാശം, പ്രിയമുള്ളവരെ, മനോഹര ദേശമാണ്. അബ്രഹാമും ലോത്തിനും അവർക്ക് മുൻപോട്ടുള്ള പ്രയാണത്തിൽ 2 വഴികൾ കണ്ടു. നീരോട്ടമുള്ള വസ്തു നോക്കി, ഭാഗം നോക്കി ലോത്ത് തിരഞ്ഞെടുത്തു. പക്ഷേ ലോത്തിൻ്റെ തലമുറ പോയത് നിത്യനാശത്തിലേക്കാണ്. നീതിമാനായ അവനും അവൻ്റെ പെൺമക്കളും മാത്രം രക്ഷപ്പെട്ടു. അബ്രഹാം പോയത് മൊട്ടക്കുന്നുകളെയാണ് തിരഞ്ഞെടുത്തത്. മൊട്ടക്കുന്നുകളെ നന്മയുടെ കേദാരമാക്കി അബ്രഹാം മാറ്റി. അവിടേക്ക് തീയും ഗന്ധകവും വീണില്ല. ലോത്ത് പോയ നീരുറവയുള്ള, ലക്ഷ്യം കണ്ടെത്തുമെന്ന് തോന്നുന്ന പല സ്ഥലങ്ങളും നാശത്തിലേക്കാണ് പോയത്. അവിടെ ചാവുകടലുകളായി രൂപപ്പെട്ടു പോയി. എവിടെ പോയി നീരുറവുകൾ? എവിടെ പോയി പച്ചപ്പുകൾ? അതേ പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ അളവുനൂലിന് വേണ്ടി, മനോഹര ദേശത്തിന് വേണ്ടി നമ്മൾ പോയാൽ പലപ്പോഴും കിട്ടുന്നത് ലോത്ത് തിരഞ്ഞെടുത്ത അനുഭവം പോലെ, ചാവുകടലിന് തുല്യമായ തീയും ഗന്ധകവും നിറഞ്ഞ ജീവജാലങ്ങളില്ലാത്ത അനുഭവത്തിലേക്കാണ്. എന്നാൽ ദൈവത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. നിനക്ക് ഭൗതികമായിട്ട് ഒത്തിരി ഒന്നും കാണത്തില്ലായിരിക്കും, നിൻ്റെ പിന്നാലെ അധികം പേര് കാണത്തില്ല, നിന്നെ പുകഴ്ത്തുന്നവരും കാണത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു മനോഹര ദേശമുണ്ട്. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അത് ഭൗതികതയുടെ തലം മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ പേരെഴുതപ്പെടുന്ന ആ സ്വർഗീയ സിയോനിലെ അനുഭവം കൂടിയാണ്. ഈ ലോകത്തിൽ അളന്നൊക്കെ വന്നപ്പോൾ പ്രിയമുള്ളവരെ, ചിലപ്പോൾ ആകർഷണീയമായിട്ടൊന്നും കിട്ടിക്കാണത്തില്ല. എങ്കിലും സ്വർഗീയ സിയോനിൽ നിനക്കൊരു നല്ല സ്ഥലമുണ്ട്. സ്വർഗത്തിൽ നിൻ്റെ പേരെഴുതപ്പെടുന്നതിൽ സന്തോഷിപ്പീൻ. നമ്മുടെ പേര് ഭൂമിയിൽ എഴുതപ്പെടുന്നതിലല്ല, ഇവിടുത്തെ ഫലകങ്ങളിൽ വയ്ക്കുന്നതിലല്ല, സ്വർഗത്തിൽ പേരെഴുതപ്പെടണം. ദൈവത്തിൻ്റെ അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഒരു അളവുനൂലുണ്ട്. ദൈവം എനിക്ക് മനോഹര ദേശമാണ് തരുന്നതെങ്കിലും ആ മനോഹര ദേശത്തെ സുന്ദരദേശമായി കാണാൻ പറ്റാതെ പോകുന്നതാണ് നമ്മളുടെ അനുഭവം എന്ന് പറയുന്നത്. നിൻ്റെ ജോലി കാര്യങ്ങൾ, നിൻ്റെ കുടുംബകാര്യം, നീ യാത്ര ചെയ്യുന്ന വഴിത്താരകൾ, ചിലപ്പോൾ ഭയങ്കര പരാതിയാണ്. ദൈവമേ, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്? കഷ്ടപ്പെടുത്താനല്ലയോ കൊണ്ടിട്ടേക്കുന്നത്? ദുരിതപ്പെടുത്താനല്ലയോ കൊണ്ടിട്ടേക്കുന്നത്? നമ്മൾ പരാതിപ്പെടാറുണ്ട്. ദൈവം നിന്നോട് പറയുകയാണ്, നീ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന വസ്തു മനോഹര ദേശത്താണ്. നിൻ്റെ വീടിരിക്കുന്ന സ്ഥലം മനോഹര ദേശത്താണ്.
നീ മനോഹര ദേശത്തേക്ക് യാത്ര ചെയ്യാനുണ്ട്. നിന്നെ ആരൊക്കെയോ എടുത്ത് പദവികളിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ ട്രാൻസ്ഫർ ചെയ്ത് ദൂരേക്ക് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ പ്രതീക്ഷിക്കാത്ത ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പരാതിപ്പെടേണ്ട. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ അളവ് നൂലിനെ നോക്കുമ്പോഴേ പ്രശ്നം വരത്തുള്ളൂ പ്രിയമുള്ളവരെ. ലോകത്തിൻ്റെ അളവ് നൂൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റും, കള്ളത്തരങ്ങളൊക്കെ കാണിക്കും. ദൈവത്തിൻ്റെ അളവ് നൂല് കൃത്യതയുള്ളതാണ്. ഒരു പണമിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. കൃത്യമായ ദൈവം തരും. സ്നേഹമുള്ള ഒരു അപ്പൻ തൻ്റെ മക്കൾക്ക് സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച്, ഓരോരുത്തരുടെയും ചുറ്റുപാടുകളൊക്കെ അനുസരിച്ച് വസ്തു പകുത്തു കൊടുക്കുന്നത് പോലെ ചിലപ്പോൾ നമുക്കൊക്കെ അങ്ങനെ നന്മയല്ലാത്തത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഓർത്തോണം, എനിക്ക് കിട്ടിയ ഈ സ്ഥലമെല്ലാം മനോഹര ദേശമാണ്, ആ അളവും മനോഹരമാണ്. ആ മനോഹര അനുഭവം ഉൾക്കൊള്ളുവാൻ സാധിക്കും. എനിക്ക് നല്ല അവകാശം ലഭിച്ചിരിക്കുന്നു. ഓരോരുത്തരും സാക്ഷിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഏത് പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, അവകാശങ്ങളിൽ നിന്ന് തള്ളിക്കളയുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണ്ടിരിക്കുന്നു. എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് നല്ല അവകാശം ലഭിച്ചിരിക്കുന്നു. ദൈവം തരുന്ന അവകാശമൊക്കെ നല്ല അവകാശമാണ്. അതിൻ്റെ ആത്യന്തികമായ അർത്ഥം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: ഈ ലോകത്തിലെ അവകാശത്തേക്കാൾ മേളത്തെ അവകാശത്തിന് നീ പ്രാധാന്യം കൊടുക്കണം. ഈ ലോകത്തിലെ മനോഹരത്വത്തേക്കാൾ, എൻ്റെ മനോഹരത്വത്തേക്കാൾ ദൈവത്തിൻ്റെ മനോഹരത്വത്തിന് പ്രാധാന്യം കൊടുക്കണം. എൻ്റെ സന്തോഷത്തേക്കാൾ ദൈവത്തിൻ്റെ മനോഹരത്വത്തിന് പ്രാധാന്യം കൊടുക്കണം. അളവ് നൂൽ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റി ദൈവത്തിൻ്റെ കൈകളിലേക്ക് കൊടുക്കണം. ഇന്ന് അളവ് നൂലും പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കുകയാണ്, ഭാഗിച്ചു കൊടുക്കാൻ നടക്കുകയാണ്, പങ്കിട്ട് കൊടുക്കാൻ നടക്കുകയാണ്. എനിക്ക് നിങ്ങൾക്കും പ്രിയമുള്ളവരെ എപ്പോഴും ഒന്നും പറ്റിയെന്ന് വരത്തില്ല കേട്ടോ. പങ്കിട്ട് കൊടുക്കാനും ഭാഗിച്ചു കൊടുക്കാനും ഒന്നും പറ്റത്തില്ല. അളക്കാനുള്ള നൂല് ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്താട്ട്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ദൈവസന്നിധിയിൽ കൈവിട്ട് കൊടുത്താട്ട്, നീ എത്തേണ്ട മേഖലയിലൊക്കെ നീ എത്തും. അറിയേണ്ട കാര്യങ്ങളൊക്കെ നീ അറിയും. കേൾക്കേണ്ട നന്മകളൊക്കെ നീ കേൾക്കും. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഇതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാക്യങ്ങളാണെന്ന് തോന്നിയാലും അതിൻ്റെയൊക്കെ തുടർച്ചയാണ്. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. ദൈവത്തിൻ്റെ അളവ് നൂല്, ദൈവം എനിക്ക് തന്ന നിയന്ത്രണത്തിൻ്റെ അളവ് നൂല്, ജീവിത പന്താവിൻ്റെ അളവ് നൂല്, അത് ക്രിയാത്മകമായി ഞാൻ വിനിയോഗിക്കുകയാണെങ്കിൽ ആ ദൈവത്തെ സ്തുതിക്കുക. സങ്കീർത്തനക്കാരൻ പറയുക, അതെ, ഞാൻ അളവ് നൂലൊക്കെ ദൈവത്തിന് കൊടുത്തു. എനിക്ക് കിട്ടിയ ദേശമൊക്കെ മനോഹരമാണ്, പരാതിയും പരിഭവമില്ല. അങ്ങനെ വരാൻ കാരണം എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന ഒരു യഹോവയുണ്ട്. രാത്രികാലങ്ങളിലും ഞാൻ അവനെ സ്തുതിക്കും. രാത്രികാലങ്ങളിലും ഞാൻ അവനെ സ്തുതിക്കും. അതെ, നിനക്ക് ദൈവം ബുദ്ധി ഉപദേശിച്ച് തരുന്നുണ്ട് പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ. ദൈവം ഉപദേശിക്കുന്ന ബുദ്ധിയെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉപദേശിച്ചു തന്ന ബുദ്ധിയെ ഹൃദയംഗമായി സ്വീകരിച്ചു. ദൈവം ഉപദേശിച്ചു തന്ന ആലോചനയെ നെഞ്ചോട് ചേർത്തു. അതെനിക്ക് വേണ്ട ഉപദേശമാണെന്ന് സ്വീകരിച്ചു. ദൈവത്തിൻ്റെ അനുജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ദേവപ്രശ്നം വയ്ക്കും. ഈശ്വരൻ്റെ അനുജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ദൈവപ്രശ്നത്തിൽ തെളിയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മളും ഓർത്തോണം, ഇസ്രായേൽ മക്കൾ പുറപ്പെടുവാൻ തുടങ്ങിയപ്പോൾ, അവരുടെ യാത്ര കനാൻ നാട്ടിലേക്ക് പോയപ്പോൾ, വാഗ്ദത്ത നാട്ടിലേക്ക് പോയപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മാത്രമേ അവർ യാത്ര പുറപ്പെട്ടുള്ളൂ. അതുവരെ കൂടാരം അടിച്ചു പാർത്തു. ദൈവത്തിൻ്റെ കൂടാരം, ദൈവത്തിൻ്റെ പെട്ടകം അവർ താത്തുവെച്ചു. ചിലപ്പോൾ രാത്രിയിൽ പൊങ്ങാൻ പറഞ്ഞു, പകൽ സമയത്ത് വിശ്രമിക്കാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ നമ്മൾ കാണുന്ന സന്തോഷത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടന്നെന്ന് വരത്തില്ല. എനിക്ക് ബലമുണ്ട്, ശക്തിയുണ്ട്, എനിക്കിപ്പോൾ പ്രവർത്തിക്കരുതോ, എൻ്റെ സമയമല്ലയോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതല്ല. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ ചിലപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അവർ മരുഭൂമിയിലൂടെയും പർവ്വത പ്രദേശങ്ങളിലൂടെയും ഒക്കെ യാത്ര ചെയ്തു. അവരുടെ നോട്ടത്തിൽ നല്ലതെന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് വിശ്രമിക്കേണ്ടി വന്നു. അവർക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന് തോന്നിയ സമയത്ത് അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. ദൈവത്തിൻ്റെ ബുദ്ധി വലുതാ പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ആലോചന വലുതാ. അതുകൊണ്ട് എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും.
രാത്രികാലങ്ങളിലും ഞാൻ അവനെ സ്തുതിക്കും. രാത്രികാലങ്ങളിൽ ഞാൻ അവനെ സ്തുതിക്കും എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം. ഈ ബുദ്ധിക്കും ആലോചനയ്ക്കും ജീവിതത്തിനുമൊക്കെ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, രണ്ട് തലമുണ്ട്. ഒരു വെളിച്ചത്തിൻ്റെയും രാത്രിയുടെയും തലമുണ്ട്. ദൈവം നന്മകളൊക്കെ തരുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കും. രാത്രികാലങ്ങളിൽ, രാത്രിയുടെ ഏകാന്ത യാമങ്ങളിൽ എണീറ്റിരുന്ന് പ്രാർത്ഥിച്ചവനാ ദാവീദ്. 7 സമയങ്ങളിൽ ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായവിധികളെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ചവനാ ദാവീദ്. അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിലും എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ വാഴ്ത്തും. ജീവിതത്തിലെ അനുഭവങ്ങളാകുന്ന, പ്രയാസമാകുന്ന ഭൗതിക പ്രകാശം നഷ്ടപ്പെടുന്ന ആ രാത്രികളിൽ, ആരുമില്ലാത്ത രാത്രികളിൽ, രോഗക്കിടക്കയിലായിരിക്കുന്ന രാത്രികളിൽ, തളർന്നു കിടക്കുന്ന അനുഭവങ്ങളാകുന്ന രാത്രികളിൽ, ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന, ആരും തരാനില്ലാതിരിക്കുന്ന, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാതിരിക്കുന്ന ജീവിതാനുഭവമാകുന്ന രാത്രിയിൽ അപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. അപ്പോഴും ദൈവം ബുദ്ധി ഉപദേശിച്ചു തരും. നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരാൻ മറ്റൊരുവനെ നിയമിക്കരുത്. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നവൻ ദൈവമാണെന്ന് ദാവീദ് പറഞ്ഞെങ്കിൽ ആ ദൈവത്തിൻ്റെ ആലോചന നമുക്കുണ്ടാകണം. ഈ ലോകത്തിൽ നമുക്ക് ഉപദേശങ്ങൾ തരാൻ ഒത്തിരി പേരുണ്ട്. ഒരുപാട് വ്യക്തിത്വങ്ങൾ കടന്നു വരും. ഒരുപാട് പേര് കടന്നു വന്ന് ദുരാലോചനകളിലൂടെ നമ്മളെ നടത്തും. അതൊക്കെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കുമ്പോൾ നല്ലൊരാലോചന നമുക്ക് കിട്ടും. ഉണ്ടെനിക്കായൊരു മോക്ഷവീടേ, ഇണ്ടേലാകുന്നു ഞാൻ വാഴുമങ്ങ്, ദൈവമുണ്ടേ അങ്ങു പുത്രനുണ്ട്, ആത്മാവുണ്ടേ ദൈവദൂതരുണ്ട്. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.